ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും നടന്ന ആറ്റം ബോംബ് സ്ഫോടനങ്ങൾ മനുഷ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും ദാരുണവും ഭയാനകവുമായ സംഭവങ്ങളിലൊന്നാണ്. 1945 ഓഗസ്റ്റ് 6, 9 തീയതികളിൽ നടന്ന ഈ ആക്രമണങ്ങൾ അക്ഷരാർത്ഥത്തിൽ നഗരങ്ങളെയും അവിടെയുണ്ടായിരുന്ന ജീവിതങ്ങളെയും തുടച്ചു നീക്കി. ഇതിന്റെ ഭീകരതയെ താഴെ പറയുന്ന രീതിയിൽ മനസ്സിലാക്കാം. 1. പെട്ടെന്നുണ്ടായ വിനാശം, ഇമ്മീഡിയറ്റ് ഡിസ്ട്രക്ഷൻ. ബോംബുകൾ പൊട്ടിത്തെറിച്ച നിമിഷം തന്നെ അതിശക്തമായ സ്ഫോടനവും ഭയാനകമായ ചൂടും അനേകം പേരെ നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാക്കി. ഉരുകിപ്പോയ ശരീരം. സ്ഫോടന കേന്ദ്രത്തിന് അഥവാ ഗ്രൗണ്ട് സീറോയ്ക്ക് സമീപമുണ്ടായിരുന്ന പലരുടെയും ശരീരങ്ങൾ അപ്പോൾ തന്നെ ബാഷ്പീകരിക്കപ്പെട്ടു, വേപ്പറൈസ്ഡ്, അല്ലെങ്കിൽ പൂർണ്ണമായും കരിഞ്ഞുപോയി. കെട്ടിടങ്ങളുടെ തകർച്ച. ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ഭൂരിഭാഗം കെട്ടിടങ്ങളും തകർന്ന് തരിപ്പണമായി. ഒരു നഗരം മുഴുവൻ നിമിഷനേരം കൊണ്ട് അവശിഷ്ടങ്ങളുടെ കൂമ്പാരമായി മാറി. 2. റേഡിയേഷൻ എന്ന മരണക്കെണി, ദ ഇൻവിസിബിൾ കില്ലർ. സ്ഫോടനത്തിന്റെ പ്രഭാവം അവിടെ അവസാനിച്ചില്ല. അതിലൂടെ പുറത്തുവിട്ട അയണൈസിംഗ് റേഡിയേഷൻ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കി. റേഡിയേഷൻ രോഗം. സ്ഫോടനത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ പിന്നീട് കടുത്ത റേഡിയേഷൻ രോഗത്തിന് ഇരയായി. രക്തത്തിലെ വെളുത്ത രക്താണുക്കളുടെ കുറവ്, മുടികുഴിച്ചിൽ, ആന്തരിക രക്തസ്രാവം തുടങ്ങിയ ലക്ഷണങ്ങളോടെ അനേകം പേർ ദിവസങ്ങൾക്കും മാസങ്ങൾക്കുമുള്ളിൽ മരിച്ചു. ദീർഘകാല പ്രത്യാഘാതങ്ങൾ. വരും വർഷങ്ങളിൽ ക്യാൻസർ, ലുക്കീമിയ അഥവാ രക്തത്തിലെ ക്യാൻസർ, ജനന വൈകല്യങ്ങൾ തുടങ്ങിയവ അനുഭവിക്കേണ്ടി വന്നവർ നിരവധിയാണ്. ഹിബാകുഷ എന്നറിയപ്പെടുന്ന അതിജീവിതകൾ ജീവിതകാലം മുഴുവൻ ഈ കെടുതികൾ പേര് ജീവിക്കേണ്ടി വന്നു. ഈ സംഭവം ആധുനിക ലോകത്തിന് നൽകിയ പാഠം വളരെ വലുതാണ്. ആണവായുധങ്ങൾ ഒരു രാജ്യത്തിനും അല്ലെങ്കിൽ ലോകത്തിനു മൊത്തത്തിൽ തന്നെ എത്രത്തോളം വിനാശകരമാണെന്ന് ഇത് കാണിച്ചു തരുന്നു. യുദ്ധത്തിന്റെ ഇങ്ങനെയൊരു മുഖം മനുഷ്യരാശിക്ക് പിന്നീട് ഒരിക്കലും ഉണ്ടാകരുത് എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്നും ഈ നഗരങ്ങൾ. കൂടുതൽ ട്രാവൽ ബ്ലോഗ്, റിയൽ സ്റ്റോറി റിലേറ്റഡ് വീഡിയോകൾക്കായി അപ്പോസൽ ഓഫ് കോർണർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.